എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 16-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. പൂർണ്ണമായും സിലബസിനെ ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടെടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ്. നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് 2024 സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷത്തിന്റെ വേദി. അപ്പൊ എന്താണ് 2024 എന്താണ് സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷത്തിന്റെ വേദി എവിടെയെന്നുള്ളതാണ്. അത് കൊട്ടാരക്കര. എവിടെയാണ്? കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കൊട്ടാരക്കര വെച്ചാണ് 2024 എന്താ സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2023 സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷത്തിന്റെ വേദി എവിടെയായിരുന്നു? അത് തൃത്താല. എവിടെയാണ്? തൃത്താല വെച്ചായിരുന്നു 2023 ആഘോഷം എന്ന് പറയുന്നത്. തൃത്താല എന്ന് പറയുന്നത് പാലക്കാടാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ആരാണ് നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? അത് MB രാജേഷ് ആണ്. ആരാണ്? MB രാജേഷ് ആണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2024. അപ്പോൾ 2024 നടക്കുന്ന വർണ്ണപ്പകിട്ടിന്റെ എന്താണ് വേദി എവിടെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വർണ്ണപ്പകിട്ട് 2024ന്റെ വേദി എവിടെയാണ്? അത് തൃശ്ശൂർ. എവിടെയാണ്? തൃശ്ശൂരാണ് വേദിയാവുന്നത്. ഇനി പറഞ്ഞു വർണ്ണപ്പകിട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. വേദി തൃശ്ശൂരാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ നയം പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ നയം പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കലോത്സവം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവം എന്താണ് ആരംഭിച്ച സംസ്ഥാനവും ഏത് തന്നെയാണ്? അതും കേരളം തന്നെയാണ്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് സ്വരാജ് ട്രോഫി. എന്താണ്? സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ എന്താണ് മികവിനാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, സ്വരാജ് ട്രോഫി പുരസ്കാരം നൽകുന്നത്. ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് 50 ലക്ഷം, 2-ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് 40 ലക്ഷം, 3-ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് 30 ലക്ഷം. ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാറ്റഗറികളിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, ജില്ലാ പഞ്ചായത്തിന്റെ കാറ്റഗറിയാണ്. എന്താണ്? ജില്ലാ പഞ്ചായത്തിന്റെ കാറ്റഗറിയാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിൽ എന്താണ് 1-ാം സ്ഥാനത്ത് വന്നത്? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. ഇതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് 1-ാം സ്ഥാനത്ത് വന്നത്. 2-ാം സ്ഥാനത്ത് കൊല്ലമാണ്. ഏതാണ്? 2-ാം സ്ഥാനത്ത് കൊല്ലമാണ്. കഴിഞ്ഞ തവണ കൊല്ലവും കണ്ണൂരുമായിരുന്നു 1-ാം സ്ഥാനത്ത്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇപ്പോൾ ഓർക്കുക, 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫിയിലെ ജില്ലാ പഞ്ചായത്തിന്റെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം തിരുവനന്തപുരം, 2-ാം സ്ഥാനം കൊല്ലം. സമ്മാനത്തുക അറിയാലോ ഏതൊക്കെയാണ്? 1-ാം സ്ഥാനത്തിന് 50 ലക്ഷമാണ്, 2-ാം സ്ഥാനത്തിന് എത്രയാണ്? 40 ലക്ഷമാണ്. ഇനി അടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാറ്റഗറിയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാറ്റഗറിയിൽ 1-ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. 1-ാം സ്ഥാനം മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതായത് 3 ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്ത് ചെയ്തു, 1-ാം സ്ഥാനം പങ്കിട്ടു. അപ്പൊ എന്താണ് 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് 1-ാം സ്ഥാനത്ത് വന്നത്. അതുകൊണ്ട് തന്നെ 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ഇല്ല. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ് 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് 1-ാം സ്ഥാനത്ത് എത്തിയത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നീലേശ്വരം. ഏതാണ്? നീലേശ്വരം. നമുക്കറിയാം നീലേശ്വരം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് നീലേശ്വരം എന്ന് പറയുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. ഇനി അതുപോലെ തന്നെ പെരുമ്പടപ്പ്. പെരുമ്പടപ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറത്താണ് പെരുമ്പടപ്പ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. വൈക്കം ഏതാണ് ജില്ല? കോട്ടയം. അപ്പോൾ കോട്ടയം ജില്ലയിലെ വൈക്കം. അപ്പോൾ ഈ 3 എന്താണ് ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫിയിൽ 1-ാം സ്ഥാനത്ത് വന്നത്. ഇനി ഇവരുടെ സമ്മാനത്തുക ലഭിക്കുക എന്ന് പറയുന്നത് 50 ലക്ഷം അല്ല, 40 ലക്ഷം വീതമായിരിക്കും ഇവർക്കുള്ള സമ്മാനത്തുക. അതുകൂടി ഓർക്കുക. 40 ലക്ഷം വീതമായിരിക്കും ഇവർക്ക് 3 പേർക്കും ലഭിക്കുക. അതായത് ഓരോരുത്തർക്കും 40 ലക്ഷം രൂപ വീതം ലഭിക്കും. ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. അടുത്ത കാറ്റഗറി മികച്ച ഗ്രാമപഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്തിൽ 1-ാം സ്ഥാനത്ത് വന്നത് വലിയ പറമ്പ. ഏതാണ്? വലിയ പറമ്പയാണ്. അത് കാസർഗോഡാണ്. ഇവിടെയാണ് കാസർഗോഡാണ് വലിയ പറമ്പ എന്ന് പറയുന്നത്. അത് ഓർത്തു വയ്ക്കുക. ഇനി 2-ാം സ്ഥാനത്ത് മുട്ടാർ. ഏതാണ്? 2-ാം സ്ഥാനത്ത് മുട്ടാറാണ്. മുട്ടാർ ആലപ്പുഴ ജില്ലയിലാണ്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മുട്ടാറാണ് 2-ാം സ്ഥാനത്ത്. ഇനി 3-ാം സ്ഥാനത്തുള്ളത് മരങ്ങാട്ടുപിള്ളി. ഏതാണ്? 3-ാം സ്ഥാനത്തുള്ളത് മരങ്ങാട്ടുപിള്ളി. മരങ്ങാട്ടുപിള്ളി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്. എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് മരങ്ങാട്ടുപിള്ളി. അത്രയും ഓർക്കുക.
ഇനി അടുത്ത കാറ്റഗറി മുനിസിപ്പാലിറ്റി. ഏതാണ്? മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഗുരുവായൂർ, രണ്ടാം സ്ഥാനത്ത് വന്നത് വടക്കാഞ്ചേരി. ഇത് രണ്ടും ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഏതാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഗുരുവായൂരാണ്, രണ്ടാം സ്ഥാനത്ത് വടക്കാഞ്ചേരിയാണ്. ഇത് രണ്ടും എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് വന്നത് ആന്തൂർ. ഏതാണ്? മൂന്നാം സ്ഥാനത്ത് വന്നത് ആന്തൂർ ആണ്. ആന്തൂർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് ആന്തൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറികൾ കൂടി ഓർക്കുക. ഇനി സ്വരാജ് ട്രോഫിയിലെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വരാജ് ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അതിനോടനുബന്ധിച്ച് തന്നെ പ്രഖ്യാപിച്ച മറ്റ് ചില ട്രോഫികൾ കൂടി, മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മാ പുരസ്കാരം. എന്താണ്? മഹാത്മാ പുരസ്കാരം. എന്തിനാണ് ഈ മഹാത്മാ പുരസ്കാരം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്താണ്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിനാണ് എന്തെന്ന് പറയുന്നത് മഹാത്മാ പുരസ്കാരം. അപ്പൊ എന്താണ്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന മഹാത്മാ പുരസ്കാരം. അപ്പോൾ മഹാത്മാ പുരസ്കാരത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഏത് ബ്ലോക്ക് പഞ്ചായത്താണ്? അത് പെരിങ്കടവിള. ഏതാണ്? പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്താണ്. പെരിങ്കടവിള എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പെരിങ്കടവിള. ഇനി രണ്ടാം സ്ഥാനത്ത് വന്നത് അട്ടപ്പാടി. ഏതാണ്? രണ്ടാം സ്ഥാനത്ത് വന്നത് അട്ടപ്പാടിയാണ്. ജില്ല പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അട്ടപ്പാടി ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് വന്നത് കഞ്ഞിക്കുഴി. മൂന്നാം സ്ഥാനത്ത് വന്നത് കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴി ഏത് ജില്ലയാണ്? ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയാണ് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ആലപ്പുഴയിലാണ് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ്? മഹാത്മാ പുരസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത്, അതിൽ ഒന്നാം സ്ഥാനത്ത് പെരിങ്കടവിള, രണ്ടാം സ്ഥാനത്ത് ഏതാണ്? അട്ടപ്പാടി, മൂന്നാം സ്ഥാനത്ത് കഞ്ഞിക്കുഴി. ഇനി അടുത്തൊരു കാറ്റഗറി ഉണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ കാറ്റഗറിയാണ്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് 2 ഗ്രാമപഞ്ചായത്തുകളാണ്. ഒന്ന് വെള്ളറട. ഏതാണ്? ഒന്ന് വെള്ളറടയാണ്. വെള്ളറട എന്ന് പറയുന്നത് അറിയാം, തിരുവനന്തപുരം ജില്ലയിലാണ്. ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളറട. ഇനി അതുപോലെ തന്നെ എടപ്പാൾ. എടപ്പാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് എടപ്പാൾ. ഇനി അടുത്തത് രണ്ടാം സ്ഥാനത്ത് വന്നത് കള്ളിക്കാട്. ഏതാണ്? രണ്ടാം സ്ഥാനത്ത് വന്നത് കള്ളിക്കാടാണ്. കള്ളിക്കാട് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കള്ളിക്കാട്. ഇനി മൂന്നാം സ്ഥാനത്ത് വന്നത് പുത്തൂർ. മൂന്നാം സ്ഥാനത്ത് വന്നത് ഏതാണ്? പുത്തൂരാണ്. പുത്തൂർ പാലക്കാടാണ്. എവിടെയാണ്? പാലക്കാടാണ് പുത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത്. അപ്പൊ ഈ ഒരു കാറ്റഗറി കൂടി ഏതുമായിട്ട് ബന്ധപ്പെട്ട? മഹാത്മാ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത അവാർഡ് നോക്കുന്നത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. എന്താണ്? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ്. അപ്പോൾ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? അതായത് നഗരമേഖലയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിനാണ് എന്ത് നൽകുന്നത്? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നൽകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് മഹാത്മാ പുരസ്കാരമാണ്, അത് ഗ്രാമീണ മേഖലയിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ എന്താണ്? മികവിനാണ് നൽകുന്നത്. ഇത് നഗരമേഖലയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിനാണ് ഈ പറയുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നൽകുന്നത്. അപ്പൊ അതിലെ 2 കാറ്റഗറികൾ, ഒന്ന് കോർപ്പറേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ഒന്നാം സ്ഥാനത്ത് വന്നത് കൊല്ലമാണ്. അപ്പോൾ എന്താണ്? കൊല്ലം കോർപ്പറേഷൻ ആണ് ഒന്നാം സ്ഥാനത്ത്. ഇനി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് വടക്കാഞ്ചേരിയാണ്. ജില്ല നമുക്കറിയാം. ഏതാണ്? തൃശ്ശൂരാണ്. ഇനി അതുപോലെ തന്നെ വൈക്കം, രണ്ടാം സ്ഥാനത്ത് വൈക്കമാണ്. വൈക്കം ഏതാണ്? കോട്ടയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്വരാജ് ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2024 നടന്ന ഇന്റർനാഷണൽ വാട്ടർ കോൺക്ലേവിന്റെ വേദി. അപ്പോൾ 2024 നടന്ന ഇന്റർനാഷണൽ വാട്ടർ കോൺക്ലേവിന്റെ വേദി എവിടെയാണ്? ഷില്ലോങ്. എവിടെയാണ്? ഷില്ലോങ് ആണ്. ഷില്ലോങ് ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ്. അപ്പോൾ മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് എന്ത് നടന്നത്? 2024 നടന്ന ഇന്റർനാഷണൽ വാട്ടർ കോൺക്ലേവ് നടന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിന് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാന നിയമസഭ. അതായത് നമ്മൾ മുൻപൊരിക്കൽ ചർച്ച ചെയ്തതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ പറ്റി. അതായത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എന്താണ്? ഒരു പദ്ധതിയാണെന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ് ആണ്. എന്തെന്ന് പറയുന്നത്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ പറ്റി പഠിക്കാനുള്ള ഒരു കമ്മീഷന്റെ ആ ഒരു കമ്മിറ്റിയുടെ എന്ന് പറയുന്നത് അധ്യക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടാണ് ഈ ഒരു എന്ത് ചെയ്തത്? ഇതിനെതിരെ ഒരു പ്രമേയം പാസാക്കി എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇതിനു മുൻപേ തന്നെ ഹിന്ദി MBBS ആക്കിയ സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തമിഴ്നാട് അതിനെതിരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഹൈദരാബാദ്. എവിടെയാണ്? ഹൈദരാബാദിലാണ് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കുക.
അതിനൊപ്പം തന്നെ ഓർത്തു വയ്ക്കുക, ഹൈദരാബാദിലെ സലാർ ജംഗ് മ്യൂസിയത്തിലാണ് നിലവിൽ വരുന്നത്. എവിടെയാണ്? സലാർ ജംഗ് മ്യൂസിയം. അപ്പൊ അതുകൂടി ഓർക്കുക, സലാർ ജംഗ് മ്യൂസിയം. ഒരുപക്ഷെ എന്താണ് സലാർ ജംഗ് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദിലാണ്. അപ്പൊ ആ സലാർ ജംഗ് മ്യൂസിയത്തിലാണ് എന്ത് നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരം എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരം ഏതാണ്? അത് ഡൽഹി. എവിടെയാണ്? ഡൽഹിയാണ്. അതായത് ഡൽഹിയിൽ അടുത്ത എന്ത് ചെയ്തു? കുറച്ച് ബസ്സുകൾ കൂടി ഫ്ലാഗ് ഓഫ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മളിപ്പോൾ ഈ പോയിന്റ് ഒന്നുകൂടെ ചർച്ച ചെയ്തത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരം ഏതാണ്? ഡൽഹിയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അസമിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? അപ്പൊ എവിടത്തെയാണ് അസമിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? അത് കാജി നേമു. എന്താണ്? കാജി നേമു എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? അസമിന്റെ ഔദ്യോഗിക ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസം ലെമൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു കാര്യം കൂടി ഓർക്കുക. കാജി നേമു എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമാണ്? അസമിന്റെ ഔദ്യോഗിക ഫലമാണ്. ഇനി നിലവിൽ ആരാണ് അസമിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? ഹിമന്ത ബിശ്വ ശർമ്മ. ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടി അപ്ഡേറ്റ് ചെയ്യും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫിഫ റാങ്കിങ് ആണ്. അതായത് ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ ഒരു ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് 2024 ഫെബ്രുവരിയിലെ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം എത്രയാണ്? എന്താണ്? 2024 ഫെബ്രുവരിയിലെ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയെന്നാണ്? അത് 117. എത്രയാണ്? 117 ആണ്. അതിന് മുൻപ് 102 ആയിരുന്നു. ഇപ്പൊ എന്താണ്? ഇന്ത്യ ഒരുപാട് പിറകിലേക്ക് പോയിരിക്കുകയാണ്. 117ാം സ്ഥാനത്തായിരിക്കുകയാണ്. അതായത് AFC ഏഷ്യൻ കപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യ എന്നാൽ മോശം പ്രകടനത്തെ തുടർന്ന് എന്ത് ചെയ്തു? ഇന്ത്യ പിറകിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? 2024 ഫെബ്രുവരിയിലെ ഫിഫ റാങ്കിംഗ് പ്രകാരം എന്താണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയാണ്? 117. അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? അത് അർജന്റീന. ആരാണ്? അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. നമുക്കറിയാം 2022 ഫിഫ ലോകകപ്പ് ജേതാക്കളാണ് ആരെന്ന് പറയുന്നത്? അർജന്റീന എന്ന് പറയുന്നത്. അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ്. ആരാണ് രണ്ടാം സ്ഥാനത്ത്? ഫ്രാൻസ് ആണ്. അതുകൂടി ഓർക്കുക. രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ്. അതായത് എന്താണ്? ഫിഫ ലോകകപ്പിലെ റണ്ണറപ്പ് ആരായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. അപ്പോൾ ഫ്രാൻസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഇനി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ട് ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയാണ്? അപ്പോൾ എന്താണ്? ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എത്രയാണ്? 65. അപ്പോൾ എന്താണ്? 65 ആണ് വനിതാ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വനിതാ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? അത് സ്പെയിൻ ആണ്. ഏതാണ്? സ്പെയിൻ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. നമുക്കറിയാം അല്ലെ 2023 ഫിഫ വനിതാ ലോകകപ്പ് അതിലെ ജേതാക്കൾ ആരായിരുന്നു? സ്പെയിൻ ആയിരുന്നു. അപ്പൊ സ്പെയിൻ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഇനി ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA ആണ്. ഏതാണ്? USA ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പൊ വനിതാ റാങ്കിങ്ങിൽ ആരാണ്? USA ആണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്. മൂന്നാം സ്ഥാനത്ത് ആരാണ്? ഫ്രാൻസ് ആണ് മൂന്നാം റാങ്കിലുള്ളത്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത ഫിഫ റാങ്കിങ് ആണ്. കാരണം ഇത് വളരെ ക്ലിയർ ആയിട്ട് നോക്കി വെക്കണം. PSC പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തവണ അപ്ഡേഷൻ വരാനുള്ള സാധ്യത ഉള്ളതാണ് ഫിഫ റാങ്കിങ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇതിൽ അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഓരോ ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? 2024 ഫെബ്രുവരിയിലെ റാങ്കിംഗ് പ്രകാരമാണ് പറഞ്ഞത്. എന്താണ്? ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ റാങ്ക് 117 ആണ്. വനിതാ ഫുട്ബോൾ ടീം 65 ആണെന്ന് പറഞ്ഞു. ഇനി അതിലെന്താണ്? ഒന്നാം സ്ഥാനക്കാരെയും രണ്ടാം സ്ഥാനക്കാരെയും മൂന്നാം സ്ഥാനക്കാരെയും നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് 45ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി. അപ്പൊ എത്രാമത്തെയാണ്? 45ാമത് ചെസ് ഒളിമ്പ്യാഡ്. വർഷം ഏതാണ്? 2024. അപ്പോൾ 2024 നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ 45ാമത് ചെസ് ഒളിമ്പ്യാഡ് അതിന്റെ വേദി എവിടെയാണ്? അത് ബൂഡാപെസ്റ്റ്. എവിടെയാണ്? ബൂഡാപെസ്റ്റ് ആണ്. ബൂഡാപെസ്റ്റ് എവിടെയാണ്? ഹംഗറിയിലാണ്. അപ്പോൾ ഹംഗറിയിലെ ബൂഡാപെസ്റ്റ് ആണ് എന്തിന് വേദിയാവുന്നത്? 45ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 44ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എവിടെയായിരുന്നു? അപ്പോൾ എന്താണ്? 44ാമത് ചെസ് ഒളിമ്പ്യാഡ് ഏത് വർഷമാണ് നടന്നത്? 2022. അപ്പോൾ 44ാമത് 2022ലാണ്. അപ്പോൾ 2022 നടന്ന 44ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദി എവിടെയായിരുന്നു? ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ? ചെന്നൈയിലെ മഹാബലിപുരത്ത്. അപ്പോൾ ഓർക്കുക, മഹാബലിപുരത്ത് വെച്ചാണ് നടന്നത്. കാര്യമായിട്ട് തന്നെ ഓർക്കുക, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ മഹാബലിപുരത്ത് വെച്ചാണ് എന്ത് നടന്നത്? 2022 അതായത് 44ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്നത്. ഇതിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തമ്പി എന്ന് പറയുന്ന കുതിര. എന്താണ്? തമ്പി എന്ന് പറയുന്ന കുതിരയായിരുന്നു ഇതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതാണ് 2024 നടക്കുന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡ് കഴിയുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടെ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു വേദിയാണ്. എന്തിന്റെയാണ്? 2024 സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? കൊട്ടാര
കൊട്ടാരക്കരയാണ്. 2023 എവിടെയായിരുന്നു? തൃത്താലയായിരുന്നു. ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു വേദി എന്താണ്? സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം. എന്താണ് അതിന്റെ പേര്? വർണ്ണപ്പകിട്ട്. അപ്പോൾ 2024 വർണ്ണപ്പകിട്ട് എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാവുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. ഓർക്കുക, തൃശ്ശൂരാണ് വേദിയാകുന്നത്. അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സ്വരാജ് ട്രോഫി 2022-23. അപ്പൊ 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫിയാണ്. നമ്മൾ ഓരോ കാറ്റഗറികളും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം ആരാണ്? തിരുവനന്തപുരമാണ്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. അപ്പൊ ആ കാര്യം ഓർക്കുക. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഇല്ല, ഒന്നാം സ്ഥാനം മാത്രമേ ഉള്ളൂ. അതായത് ഒന്നാം സ്ഥാനം 3 ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്ന് പങ്കിട്ടു. ഏതൊക്കെയാണ്? നീലേശ്വരം ഏതാണ് ജില്ല? കാസർഗോഡ്. അതുപോലെ പെരുമ്പടപ്പ മലപ്പുറം ജില്ല, വൈക്കം കോട്ടയം ജില്ല. അപ്പൊ ഇവര് 3 പേരുമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. അതിനുശേഷം ഗ്രാമപഞ്ചായത്തിന്റെ കാറ്റഗറി പറഞ്ഞു. ഒന്നാം സ്ഥാനത്ത് വലിയ പറമ്പ കാസർഗോഡ്, രണ്ടാം സ്ഥാനത്ത് മുട്ടാർ ഏതാണ്? ആലപ്പുഴ, മൂന്നാം സ്ഥാനത്ത് മരങ്ങാട്ടുപള്ളി ഏതാണ്? കോട്ടയം. ഇനി അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഒന്നാം സ്ഥാനത്ത് ഗുരുവായൂർ, രണ്ടാം സ്ഥാനത്ത് വടക്കാഞ്ചേരി, രണ്ടും ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. ഇനി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ആന്തൂർ ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? മുനിസിപ്പൽ കോർപ്പറേഷനാണ്. മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ്? തിരുവനന്തപുരമാണ്. ഇനി അതുപോലെ തന്നെ മഹാത്മാ പുരസ്കാരം പറഞ്ഞു. മഹാത്മാ പുരസ്കാരം ഓർത്തു വയ്ക്കുക എന്താണ്? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവിനാണ് എന്ത് പുരസ്കാരം? മഹാത്മാ പുരസ്കാരം എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ അതിലെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് പെരിങ്ങടവിള തിരുവനന്തപുരം ജില്ലയാണ്. ഇനി രണ്ടാം സ്ഥാനത്ത് അട്ടപ്പാടി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ്. മൂന്നാം സ്ഥാനത്ത് കഞ്ഞിക്കുഴി എന്ന് പറയുന്നത് ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ഇനി അതിനുശേഷം ഗ്രാമപഞ്ചായത്തിന്റെ കാറ്റഗറിയാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് വെള്ളറട ഇടപ്പാൾ. വെള്ളറട എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല, ഇടപ്പാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ല. രണ്ടാം സ്ഥാനത്ത് കള്ളിക്കാടാണ്. കള്ളിക്കാട് എന്ന് പറയുന്നത് ഏതാണ് ജില്ല? തിരുവനന്തപുരം ജില്ലയാണ്. മൂന്നാം സ്ഥാനത്ത് പുത്തൂരാണ്. പുത്തൂർ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ്. അതിനുശേഷം പറഞ്ഞ ഏത് കാറ്റഗറി ആയിരുന്നു? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ്. ഏതാണ്? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ചർച്ച ചെയ്തു. അതായത് എന്താണ്? നഗരമേഖലയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണ്. അപ്പോൾ എന്താണ്? അതിലെ കോർപ്പറേഷനിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് കൊല്ലമാണ്. മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് വടക്കാഞ്ചേരിയാണ്, തൃശ്ശൂർ ജില്ല. അതുപോലെ രണ്ടാം സ്ഥാനത്ത് വന്നത് വൈക്കമാണ്, കോട്ടയം ജില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് ഒരു വേദിയാണ്. അതായത് 2024 നടന്ന ഇന്റർനാഷണൽ വാട്ടർ കോൺക്ലേവ്, അതിന്റെ വേദി എവിടെയാണ്? ഷില്ലോങ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ഒരു പ്രമേയം പാസാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതിനെതിരായിട്ട് പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ നിയമസഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്. കാര്യമായിട്ട് തന്നെ ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു മ്യൂസിയം നിലവിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദിലെ ഏത് മ്യൂസിയത്തിലാണ്? സലാർ ജംഗ് മ്യൂസിയത്തിലാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? ഡൽഹിയാണ്. അതുകൂടി ഓർക്കുക. അതിനുശേഷം പറഞ്ഞത് അസമിന്റെ ഔദ്യോഗിക ഫലമാണ് പറഞ്ഞത്. അത് കാജി നേമു. ഏതാണ്? കാജി നേമു ആണ് അസമിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനുശേഷം പറഞ്ഞത് ഫിഫ റാങ്കിങ്ങിൽ ഒന്ന് അപ്ഡേഷൻ ആയിരുന്നു. അതായത് ഇന്ത്യയുടെ സ്ഥാനം എന്ത് ചെയ്തു? കുറച്ചുകൂടി പിറകിലേക്ക് പോയി. നിലവിൽ ഇന്ത്യ ഫിഫ റാങ്കിങ് പ്രകാരം നിലവിലെ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ ഫിഫ റാങ്കിങ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 117. എത്രയാണ്? 117 ആണ്. മുൻപ് 102 ആയിരുന്നു. അതിൽ നിന്നാണ് ഇപ്പൊ എത്രയിലേക്ക് പോയത്? 117ലേക്ക് പോയത്. വനിതാ ഫുട്ബോൾ ടീമിന്റെ റാങ്കിങ് നമ്മൾ പറഞ്ഞു എത്രയാണ്? 65 ആണ്. അതുപോലെ തന്നെ അതിലൊക്കെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും നമ്മൾ ചർച്ച ചെയ്തു. അതൊക്കെ കാര്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു വേദി 45ാമത് ചെസ് ഒളിമ്പ്യാഡ് 2024 നടക്കുന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡ്, അതിന്റെ വേദി പറഞ്ഞു എവിടെയാണ്? ബൂഡാപെസ്റ്റ്. ഹംഗറിയിലെ ബൂഡാപെസ്റ്റ് ആണ് വേദി എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ 44ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി നമ്മൾ പറഞ്ഞു. അതായത് 2022 നടന്ന 44ാമത് ചെസ് ഒളിമ്പ്യാഡ് എവിടെ വെച്ചായിരുന്നു? മഹാബലിപുരത്ത് വെച്ചായിരുന്നു. ഇനി അതുപോലെ തന്നെ ഭാഗ്യചിഹ്നം തമ്പി എന്ന് പറയുന്ന കുതിര എന്നാണ് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ പ്രീതം ദാസ്, ബി ഗായത്രി ശർമ്മ, സി ജനനി മുരളി, ഓപ്ഷൻ ഡി ചിത്ര വിശ്വേശ്വരൻ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നിതിൻ മധു, ബി അഖിൽ ജെ ചന്ദ്രൻ, ഓപ്ഷൻ സി നിജോ ഗിൽബർട്ട്, ഓപ്ഷൻ ഡി മുഹമ്മദ് സലീം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ 10 ലക്ഷം രൂപ, ബി 12 ലക്ഷം രൂപ, സി 15 ലക്ഷം രൂപ, ഡി 20 ലക്ഷം രൂപ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി ആണ്. 15 ലക്ഷം രൂപയാണ് പുതുക്കിയ സമ്മാന തുക എന്ന് പറയുന്നത്. മുൻപ് എത്രയായിരുന്നു? 10 ലക്ഷം രൂപയായിരുന്നു മുൻപെന്ന് പറയുന്നത്. അതുകൂടി ഓർക്കുക. ഇനി എന്താണ്? സിനിമ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. നമ്മൾ എന്ത് ചെയ്തു? പുരസ്കാര ജേതാക്കളെ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയാണ്? 2018, അതായത് എത്രാമത്തെ പുരസ്കാരം?
പുരസ്കാരമാണ് നമ്മൾ ചർച്ചയുണ്ടായിരുന്നു. 50ാമത് പുരസ്കാരമാണ് 2018. ആർക്കാണ്? അമിതാഭ് ബച്ചന്. 51ാമത് പുരസ്കാരം അതായത് 2019 ആർക്കാണ്? രജനീകാന്തിനാണ്. ഇനി 52ാമത് പുരസ്കാരം ആർക്കായിരുന്നു? ആശാ പരേഖിനാണ്. 53ാമത് പുരസ്കാരം ആർക്കായിരുന്നു? അത് വഹീദ റഹ്മാനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിരുന്നു. അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് അരിട്ടപ്പെട്ടി എന്നുള്ളത്. അതൊരു ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. ഇനി രണ്ടാമത്തേത്, ഗന്ധമർദ്ദൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അതും ഒരു ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. രണ്ടും ശരി എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ടാണ്. അതായത് ഒഡീഷയിൽ ഒരു ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാണ്? ഗുപ്തേശ്വർ വനം എന്ന് പറയുന്ന ഒരു ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പോയിന്റുകളൊക്കെ ചർച്ച ചെയ്ത്. ഇതിൽ അരിട്ടപ്പെട്ടി എന്ന് പറയുന്നത് മുൻപ് PSC ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് ഓർക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്സ് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക. ഫെബ്രുവരി 16 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.